ഞാനിപ്പോ അവരുടെ 4 പേരുടെയും വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാ വരുന്നത്. അവരവിടെ എങ്ങുമില്ല. ഒന്നുകിൽ പേടിച്ച് എവിടെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ ആളുകൾ അവരെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടുപിടിക്കണം. എന്റെ ഏട്ടന്റെ ആ കാമുകിയെ. എന്റെ മോളെ കാമുകയില്ല, ഒന്നുമില്ല. സേതുവിനെ പറ്റി ആരോ വേണ്ടാത്ത നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക മോളോട്. ഇല്ല അമ്മച്ചി, സേതുവേട്ടന് ഇവിടെ ഒരു പെൺകുട്ടിയുമായി പരിചയം ഉണ്ടായിരുന്നു. അത് സത്യമാ. സേതുവേട്ടന്റെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് കാർഡ് ഞാൻ കണ്ടു. അതിൽ ഏട്ടനെ ലൈബ്രറി ചേർത്തിരിക്കുന്നത് അവളാ, ഒരു ആനി ഫിലിപ്പ്. അവളെ കാണാൻ വേണ്ടിയാ സേതുവേട്ടൻ ലൈബ്രറിയിൽ ചേർന്നത്. അവിടെ വെച്ചാ അവര് തമ്മിൽ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും. ഈ കഥകളൊക്കെ കേട്ടപ്പോ ആദ്യം ഞാനും വിശ്വസിച്ചില്ല അമ്മച്ചി. പക്ഷെ ഇപ്പോ ഏട്ടനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞതൊക്കെ സത്യമാകാനാണ് വഴി. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ സേതു അതൊന്നും എന്നോട് മറച്ചു വെക്കില്ല. എങ്കിൽ അമ്മച്ചി അറിയാത്ത ഒരുപാട് സത്യങ്ങളും സംഭവങ്ങളും ഇനിയുണ്ട്. ഏട്ടൻ അതൊക്കെ അമ്മച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അമ്മച്ചിക്ക് തരാൻ സേതുവേട്ടന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായിരുന്നു, ആൻഡ്രൂസ് കൊടുത്തുവിട്ട സമ്മാനം. ആ സമ്മാനം അമ്മച്ചിയെ ഏൽപ്പിക്കാതെയാ ഏട്ടൻ ഇവിടുന്ന് മടങ്ങിയത്. ഇനി ഒന്നുകൂടി അറിഞ്ഞോളൂ, ഏട്ടന്റെ ആ ആനി ഇന്ന് പഴയ ആനിയല്ല, ജോസ്ഫൈൻ ആണ്, സിസ്റ്റർ ജോസ്ഫൈൻ. എക്സ്ക്യൂസ് മീ, എനിക്ക് സിസ്റ്റർ ജോസ്ഫൈൻ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥനാ സമയമാണല്ലോ. എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. ശരിയെങ്കിൽ അകത്തേക്ക് ഇരുന്നോളൂ. ആരാ? കുട്ടിക്ക് എന്നെ തന്നെയാണോ കാണേണ്ടത്? ഞാനാ സിസ്റ്റർ ജോസ്ഫൈൻ. എന്താ കാര്യം? എനിക്ക് കാണേണ്ടതും സംസാരിക്കേണ്ടതും സിസ്റ്റർ ജോസ്ഫൈനോടല്ല, ആനിയോട്, ആനി ഫിലിപ്പിനോട്. നിൽക്കൂ. 1 വർഷം മുമ്പ് ഈ ആനി ഫിലിപ്പിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു സേതുമാധവൻ. ഞാനാ സേതുമാധവന്റെ സിസ്റ്ററാ, പേര് മായ. ചെയ്തുപോയ തെറ്റിനുള്ള പ്രായശ്ചിത്തമാണോ ഈ സന്യാസം? ഇനിയിപ്പോ ഇവിടെയല്ല, എവിടെ പോയി ഒളിച്ചാലും ശരി, എത്ര പുണ്യം ചെയ്താലും ശരി, നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും സമാധാനം കിട്ടാൻ പോണില്ല. അത്രയ്ക്ക് ദ്രോഹമാ നിങ്ങൾ എന്റെ ഏട്ടനോട് ചെയ്തത്. എന്റെ സേതുവേട്ടൻ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ കാരണമാ, നിങ്ങൾ മാത്രമാ അതിന് ഉത്തരവാദി. മായയോട് ഈ അസംബന്ധമൊക്കെ ആരാ പറഞ്ഞത്? ആരായാലും എന്താ, ഇനിയിപ്പൊ നിങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണമെന്നും സമ്മതിപ്പിക്കണമെന്നും ഒന്നും എനിക്കില്ല. പറഞ്ഞോളൂ. ഏട്ടനെ അറിയില്ല എന്നും പരിചയമില്ല എന്നും കണ്ടിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞോളൂ. അല്ല, പരിചയമുണ്ട്, വളരെ അടുത്ത പരിചയം. സേതു ഈ നാട്ടിൽ വന്ന അന്നു മുതൽ മടങ്ങി പോകുന്നത് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നെ വന്ന് കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരിചയത്തിനും ബന്ധത്തിനും പ്രേമം എന്ന പേര് മാത്രമേ കുട്ടിക്കറിയൂ. ഇനി കുട്ടിയുടെ ഏട്ടനെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണിനു വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു വിഡ്ഢിയാണെന്നോ? സേതു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സേതു ആത്മഹത്യ ചെയ്തതുമല്ല. പിന്നെ അതിനു മുൻപ് ഇതൊക്കെ കുട്ടിയോട് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയണം. സേതുവേട്ടന്റെ ഇവിടെയുള്ള കൂട്ടുകാര്. കൂട്ടുകാരോ? അങ്ങനെ ഒരു കൂട്ടുകാരും സേതുവിന് ഇവിടില്ല. സേതുവിന് ഈ നാട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു കൂട്ടുകാരൻ ആൻഡ്രൂസ് ആണ്. ആ ആൻഡ്രൂസ് ഇനി മടങ്ങി വരില്ല എന്ന് കുട്ടിക്കറിയാമോ? പാവം അമ്മച്ചി ഇന്നും ആൻഡ്രൂസിന് വേണ്ടി കാത്തിരിക്കുക. ആ മകന്റെ സമ്പാദ്യങ്ങളും കെട്ടിപ്പറക്കി മരണം അറിയിക്കാൻ വന്നു കയറിയതാണ് സേതു ഇവിടെ. അത് അമ്മച്ചിയോട് പറയാനുള്ള ശക്തി ഇല്ലാതിരുന്നത് കൊണ്ടാ സേതു എന്നെ തേടി വന്നത്. ആൻഡ്രൂസിന്റെ എല്ലാമായിരുന്നു ഈ ആനി ഫിലിപ്പിനെ കാണാൻ വന്നത്. എനിക്കും അത് അമ്മച്ചിയോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ അതൊക്കെ മറച്ചതും ഒളിച്ചതും. അല്ലാതെ
മായ വിചാരിക്കുന്നത് പോലെ സേതു എന്നെ പ്രേമിക്കാനല്ല ഇവിടെ വന്നത്. എന്നെ കിട്ടാഞ്ഞിട്ടല്ല സേതു മരിച്ചത്. സേതുവിനെ അവര് കൊന്നതാണ്. ആൻഡ്രൂസിനെ കൊന്നതുപോലെ സേതുവിനെ അവര് കൊന്നു. ആരാ സേതുവേട്ടനെ ആൻഡ്രൂസിനെ കൊന്നത്? ഒരു ഹോനായി, ബോംബെയിൽ എവിടെയുള്ള ഒരു ജോൺ ഹോനായി. എനിക്കൊന്നും അറിഞ്ഞൂടാ, എനിക്ക് ആരും അറിഞ്ഞൂടാ, എനിക്ക് സേതുവിനെ അറിഞ്ഞൂടാ. ഞാൻ സത്യമാണ് പറയണത്. എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ആരും അറിഞ്ഞൂടാ. അയ്യോ സത്യമാണ്. അയ്യോ 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 അയ്യോ. ജോൺ ഹോനായുടെ അപ്പച്ചനും ആൻഡ്രൂസിന്റെ അപ്പച്ചനും ഹോങ്കോങ്ങിൽ പങ്കുകച്ചവടക്കാരായിരുന്നു. ഒടുവിൽ ഹോങ്കോങ്ങിൽ നിന്നും മടങ്ങുമ്പോ കച്ചവടത്തിന്റെ കണക്ക് തീർത്ത കൂട്ടത്തിൽ ആൻഡ്രൂസിന്റെ അപ്പച്ചന്റെ കഥയും തീർത്തിട്ട ഹോനായി ബോംബെയിലേക്ക് വന്നത്. അവിടുന്ന് ഇതിന്റെയൊക്കെ ആരംഭം. അന്ന് അമ്മച്ചി ആൻഡ്രൂസിനെയും കൂട്ടി ബോംബെയിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പ ആൻഡ്രൂസിന് വെറും 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൻഡ്രൂസിനേക്കാൾ വേഗം വളർന്നതും വലുതായതും മനസ്സിലെ പകയായിരുന്നു. വളർന്നപ്പോ പകരം ചോദിക്കാനും എല്ലാം തിരിച്ചു മേടിക്കാനും ആൻഡ്രൂസ് ബോംബെക്ക് വണ്ടി കയറി. പിന്നെ 4 വർഷം, നീണ്ട 4 വർഷം കൊണ്ടാ ആൻഡ്രൂസ് പീറ്റർ ഹോനായിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. ബോംബെയിൽ ഹോനായിമാരുടെ ശക്തി എന്താണെന്ന് ആൻഡ്രൂസിന് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബെയിലെ മറ്റു വ്യാപാരികളെയും പീറ്റർ ഹോനായും തമ്മിൽ തെറ്റിക്കുകയാണ് ആൻഡ്രൂസ് ആദ്യം ചെയ്തത്. നെൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ പീറ്റർ ഹോനായി തന്റെ സമ്പാദ്യങ്ങളും വാരിക്കെട്ടി മകനോടൊപ്പം നാടുവിടാൻ തീരുമാനിച്ചു. ഒടുക്കം ആൻഡ്രൂസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. പീറ്റർ ഹോനായും അയാളുടെ മുഴുവൻ സമ്പാദ്യവും ആൻഡ്രൂസിന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. चलो
Oh,